ये भारत के लोकतंत्र की ताकत है कि एक छोटा बच्चा जो कभी एक रेलवे स्टेशन के टी स्टॉल पर अपने पिता की मदद करता था, वो आज चौथी बार भारत के प्रधानमंत्री के तौर पर यूएनजीए को संबोधित कर रहा है। सबसे लंबे समय तक गुजरात का मुख्यमंत्री और फिर पिछले 7 साल से भारत के प्रधानमंत्री के तौर पर मुझे हेड ऑफ गवर्नमेंट की भूमिका में देशवासियों की सेवा करते हुए 20 साल हो रहे हैं और मैं अपने अनुभव से कह रहा हूं, यस, डेमोक्रेसी कैन डिलीवर। यस, डेमोक्रेसी हैज डिलीवर्ड। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നു. ഇന്ന് ഈ യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ശക്തമായ ജനപിന്തുണയുള്ള ജനകീയ നായകന്റെ മുന്നിൽ ലോകം തലകുനിക്കുന്നു. 130 കോടി ഇന്ത്യക്കാരുടെ ശബ്ദമാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആഗോള പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദമുയരുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്നു. ഇന്ത്യ മൃദുവായി സംസാരിക്കുന്നു, കാരണം നമ്മളൊരു സോഫ്റ്റ് പവറാണ്. എന്നാൽ താലിബാൻ പോലെ കഠിനമായ വിഷയങ്ങളിൽ നമ്മൾ കഠിനമായി സംസാരിക്കും. ഇന്ത്യ ഫസ്റ്റ് എന്ന വിദേശ നയം ഇന്ന് എല്ലായിടത്തും വ്യാപകമാണ്. അമേരിക്ക പിൻവലിച്ചതിന് ശേഷവും അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ താൽപര്യങ്ങൾ നേരിട്ട് തന്നെ സംരക്ഷിക്കുന്നു. अगर अफगानिस्तान में अस्थिरता और कट्टरवाद बना रहेगा तो इससे पूरे विश्व में आतंकवादी और एक्सट्रीमिस्ट विचारधाराओं को बढ़ावा मिलेगा। अन्य उग्रवादी समूहों को हिंसा के माध्यम से सत्ता पाने का प्रोत्साहन भी मिल सकता है। हम सभी देश पहले भी आतंकवाद से पीड़ित रहे हैं और इसलिए हमें मिलकर सुनिश्चित करना चाहिए कि अफगानिस्तान की धरती का उपयोग किसी भी देश में आतंकवाद फैलाने के लिए न हो. തീവ്രവാദത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ആക്രമണം ഇത് അതിർത്തിയിൽ വളരുന്ന ഭീകരതയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഭീകരതയ്ക്ക് ഉചിതമായ മറുപടി നൽകുന്നതിൽ നിന്ന് ഇന്ത്യ ഒരടി പോലും പിന്നോട്ടില്ല. പാകിസ്ഥാന്റെ പേര് പറയാതെ തന്നെ പ്രധാനമന്ത്രി മോദി തീവ്രവാദത്തിന്റെ പിന്നിലെ നീചമായ ഡിസൈനുകൾ പലതവണ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യ അതിൻ്റെ ഉദ്ദേശ്യങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കാൻ മടിച്ചില്ല. അതായത് വ്യക്തമായ നയം, വ്യക്തമായ ഉദ്ദേശ്യം, പുതിയ ഇന്ത്യയുടെ പുതിയ വഴി. न हम किसी से आंख झुका करके बात करेंगे, न ही हम आंख उठा करके बात करेंगे, हम आंख मिला करके बात करेंगे. ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ വിശ്വാസ്യതയും കരുത്തും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ അഭിമാനം വർദ്ധിച്ചു. ഇപ്പോൾ ലോക നേതാക്കളുടെ മുന്നിൽ രാജ്യത്തിന്റെ ശക്തി കാണിക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിത്വം കാരണം ഈ പദവി വിജയിക്കുന്നു. ലോക നേതാക്കളുമായി ഇടപഴകുന്ന ഈ കരിസ്മാറ്റിക് ശൈലി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ആർജിച്ചു.
2001 ജനുവരി 26 കച്ചിലെ അതിഭീകരമായ ഭൂകമ്പം. 7 മാസങ്ങൾക്ക് ശേഷം 2001 ഒക്ടോബർ 7 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. അവശിഷ്ടങ്ങളായി മാറിയ ഭുജിനെ വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള തീക്ഷ്ണതയോടെ. ഭൂകമ്പത്തിന്റെ ദുരന്തത്തിൽ ഗ്രാമങ്ങൾ എല്ലാം നശിച്ചു. മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ നരേന്ദ്രമോദി വിദേശത്ത് താമസിക്കുന്ന ഗുജറാത്തികളിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. സഹായം വന്നു. കച്ച് വികസിച്ചു. ആ ദുരന്ത സമയത്ത് ജനങ്ങളെ സേവിക്കാനുള്ള അവസരം അദ്ദേഹം അർപ്പണബോധത്തോടെ പൂർത്തിയാക്കി. അതിനുശേഷം ഈ മാസ് ഹീറോയിൽ ഒരു ആഗോള നേതാവ് ജനിച്ചു. ഭുജിനെ വീണ്ടും സ്വന്തം കാലിൽ നിർത്താനുള്ള ഉദ്യമത്തിൽ അദ്ദേഹം നിരവധി വിദേശ നേതാക്കളുമായി നല്ല ബന്ധമുണ്ടാക്കി. വിദേശ രാജ്യങ്ങളുമായുള്ള ആ നല്ല ബന്ധം വ്യാപാരങ്ങളിൽ പ്രതിഫലിച്ചു. കച്ച് മാത്രമല്ല, ഗുജറാത്തിനെ മുഴുവൻ ഈ പൊതുപ്രവർത്തകൻ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു. गुजरात एक अनोखा राज्य है. इन्होंने इस आपत्ति को एक अवसर बना के कच्छ का नवनिर्माण किया और जहां जहां भी क्षति हुई थी उनको क्षतिपूर्ति के लिए कई तरह के पैकेज बनाए. जो लोगों का जान गंवा चुके थे उनके लिए हम निसहाय थे, किंतु जो भी प्रवृत्तियां रुकी थी, जो मिलकतें नष्ट हुई थी, उनका पुनर्निर्माण का काम गुजरात ने जिस तेजी से करीबन 2-3 साल की अवधि में किया, पूरे नए नगर बसाए, ये कार्य आज भी अंतर्राष्ट्रीय क्षेत्र में एक उदाहरण रूप गिना जाता है. രണ്ടായിരത്തി 2003 ആദ്യത്തെ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയായിരുന്നു ഇതിലെ ആദ്യത്തെ നാഴികക്കല്ല്. അഹമ്മദാബാദ് സയൻസ് സിറ്റിയിലെ പാർക്കിംഗ് സ്ഥലത്താണ് ഉച്ചകോടി നടന്നത്. ആ ഉച്ചകോടിയുടെ വലിപ്പം ചെറുതായിരുന്നു, പക്ഷേ വിജയത്തിന്റെ പ്രതിധ്വനി എല്ലായിടത്തും ഉണ്ടായിരുന്നു. വൈബ്രന്റ് ഗുജറാത്ത് ഒരു ബ്രാൻഡായി മാറി. അതിന്റെ വിജയകരമായ നടത്തിപ്പിന് ശേഷം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബിസിനസ്സുകാരും സിഇഒമാരും ഉൾപ്പെടുന്ന കാരവൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. इंडस्ट्री लेड डेलीगेशंस प्रदेश में जाए, अपने गुजरात की बातें करें और वहाँ के जो इंडस्ट्रियलिस्ट है उनको यहाँ अट्रैक्ट करें. यहाँ पे एक फंक्शन करें, 2 दिन का कॉन्फ्रेंस रहे और उसके साथ साथ एक एग्जीबिशन का प्रायोजन भी रहे. ये साकार हुआ 2003 में, जबकि नवरात्रि के टाइम पे 28 सितंबर 2003 में सबसे पहली बार वाइब्रेंट गुजरात अहमदाबाद और सूरत दोनों जगह पे किया गया था. और धीरे धीरे 1 साल 2 साल के बाद हमने देखा कि इनका जो स्कोप था, जो साइज़ थी और जिस तरह के हाई लीडिंग पॉलिटिशियंस, ग्लोबल लीडर्स, इंडस्ट्री लीडर्स, मल्टीनेशनल कंपनीज, इन्वेस्टर्स, थॉट लीडर्स, ये सब जो इकट्ठे हुए और सबकी पहचान बनाई. और गुजरात के बारे में जो हमारा जो ड्रीम था, जो नरेंद्र भाई का पर्सनल मिशन था कि गुजरात को एक विश्व में उसकी पहचान बनाने में हम लोग कामयाब और बहुत बड़ी तरह से सफल रहे हैं. मैं नरेंद्र दामोदर दास मोदी ഈശ്വർ की शपथ लेता हूं कि 2014 മെയ് മാസത്തിൽ നവാസ് ഷെരീഫിനെ പോലും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയിൽ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒരു ഷാൾ സമ്മാനിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് അയൽ രാജ്യങ്ങളെ ക്ഷണിക്കുകയും ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ശക്തനായ നേതാവുണ്ടെന്ന് പറയുകയും ചെയ്തു. താമസിയാതെ ഇന്ത്യയുടെ നിലയും ശക്തിയും ലോക സമക്ഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം നടന്ന ആദ്യ റിപ്പബ്ലിക് ദിനം വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇന്ത്യയുടെ അതിഥിയായി പങ്കെടുത്തു. ചരിത്രത്തിൽ ഒരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അന്നുവരെ പങ്കെടുത്തിട്ടില്ലായിരുന്നു.
പക്ഷേ അതിനു മുമ്പ് തന്നെ ലോകവേദിയിൽ ഇന്ത്യക്ക് നിർണായക വിജയം പ്രധാനമന്ത്രി മോദി നേടിത്തന്നു. പ്രധാനമന്ത്രി മോദിയുടെ പരിശ്രമത്തിലൂടെ യോഗയ്ക്ക് പുതിയ ആഗോള അംഗീകാരം ലഭിച്ചു. യോഗയെക്കുറിച്ച് ആളുകൾക്ക് അതിനു മുൻപും അറിയാമായിരുന്നു. എന്നാൽ യോഗയ്ക്ക് ഒരു മികച്ച ബ്രാൻഡിങ്ങും ആഗോള അംഗീകാരവും പുതിയതായി ലഭിച്ചു. യോഗ പോലുള്ള ഒരു വിഷയം ഐക്യരാഷ്ട്രസഭയുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെന്ന് ആരും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഫലം കണ്ടു. അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇതിന് മികച്ച പ്രതികരണവും ലഭിച്ചു. ലോകത്തെ 177 രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ സഹ സ്പോൺസർമാരായി മാറി. हम होलिस्टिक हेल्थ केयर की बात करते हैं, हम प्रकृति के साथ जुड़ने की बात करते हैं, हम जब बैक टू बेसिक की बात करते हैं, तब मैं उस विषय पर आज विशेष रूप से आपसे एक बात कहना चाहता हूं। योग हमारी पुरातन पारंपरिक अमूल्य देन है। योग मन व शरीर, विचार व कर्म, संयम व उपलब्धि की एकात्मता का तथा मानव व प्रकृति के बीच सामंजस्य का मूर्त रूप है। आइए हम एक अंतर्राष्ट्रीय योग दिवस को आरंभ करने की दिशा में कार्य करें। ലണ്ടനിൽ നടന്ന ഭാരത് കി ബാത് സബ്കെ സാത്ത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി തന്റെ സംഭാഷണത്തിന് വ്യക്തിപരമായ സ്പർശം നൽകി. മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഉദ്ദേശം വ്യക്തമാക്കി. നരേന്ദ്രമോദിയെ സൗദി അറേബ്യ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൽ അസീസ് സാഷ് നൽകി ആദരിച്ചു. റഷ്യയുടെ ഉന്നത ബഹുമതിയും പാലസ്തീന്റെ ഗ്രാൻഡ് കോളർ ഓഫ് പാലസ്തീൻ സ്റ്റേറ്റ്, അഫ്ഗാനിസ്ഥാന്റെ അമീർ അമാനുള്ള ഖാൻ അവാർഡ്, UAEയുടെ സയ്യിദ് മെഡൽ, മാലിദ്വീപിന്റെ നിഷാൻ ഇസുദ്ദീൻ എന്നിവ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് സമ്മാനിക്കപ്പെട്ടു. സമാധാനത്തിനും വികസനത്തിനുമുള്ള സംഭാവനകൾക്കായി 2018 പ്രധാനമന്ത്രി മോദിക്ക് അഭിമാനകരമായ സിയോൾ സമാധാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ജൂൺ മോദി സർക്കാർ വന്നയുടനെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടു. ആഭ്യന്തര യുദ്ധം കാരണം ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇറാഖിൽ കുടുങ്ങി. ഈ വാർത്ത ലഭിച്ചയുടൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തര നടപടി സ്വീകരിച്ചു തുടങ്ങി. ഇന്ത്യൻ എംബസി ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സേവനം ആരംഭിക്കുകയും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ ഇറാഖിലെ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചു. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ വേണ്ടുന്ന എല്ലാം ചെയ്തു. ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല, അവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റു വിദേശ പൗരന്മാരെയും നമ്മൾ തിരികെ കൊണ്ടുവന്നു. മോദി സർക്കാർ വസുദൈവ കുടുംബകം എന്ന ലക്ഷ്യം അർത്ഥവത്താക്കി മാറ്റുന്ന നിമിഷങ്ങളായിരുന്നു അത്. बस खाली इंडियन लोगों की जान नहीं बचा है, हमारे इंडियन नेवी वालों ने और शिप वालों ने बांग्लादेशी और इंडोनेशियन लोगों को भी लेके आए हमारे साथ. അടുത്ത വർഷം 2015 യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും സഹായത്തോടെ അസാധാരണവും സങ്കീർണവുമായ രക്ഷാപ്രവർത്തനം യമനിൽ നടന്നു. ലോകത്തിലെ അസാധാരണ സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യൻ സർക്കാർ ഉറച്ചുനിന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ധാരാളം ഇന്ത്യക്കാർ വിദേശത്ത് കുടുങ്ങി. വന്ദേ ഭാരത് മിഷൻ വഴി അവരെ തിരികെ കൊണ്ടുവന്നു. രാജ്യത്തിന്റെ ആഗോള പ്രശസ്തി വീണ്ടും ശക്തമായി നിലനിന്നു. തങ്ങളുടെ പൗരന്മാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിച്ചു. കോവിഡ് മഹാമാരി സമയത്ത് വാക്സിൻ മൈത്രി വഴി ഇന്ത്യ ലോകത്തിലെമ്പാടും വാക്സിൻ നൽകി. മാനവികതയ്ക്കുള്ള സേവനം പരമപ്രധാനമാണെന്നത് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇത് വസുദൈവ കുടുംബകത്തിന്റെ അടിസ്ഥാന മന്ത്രമാണ്. हम कोई कसर नहीं छोड़ रहे हैं, यहां तक कि दुनिया भर के दर्जनों देशों को भी उनके टीकाकरण अभियान में आज भारत मदद कर रहा है. രാജ്യത്ത് ഒരു ദുരന്തമുണ്ടായാലും കൊറോണ പോലുള്ള പകർച്ചവ്യാധിയായാലും അവയെ നേരിടുന്ന കാര്യം വരുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന് മാത്രമല്ല
ലോകത്തിന് മുഴുവൻ വഴി കാണിച്ചു തന്നു. ഒരു വിധത്തിൽ പ്രതിസന്ധികളെയും ദുരന്തങ്ങളെയും അവസരങ്ങളാക്കി മാറ്റുന്നതിനുള്ള വൈദഗ്ധ്യത്തിൻ്റെ ഒരു മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം. പണ്ടൊക്കെ ഒരു ആഗോള നേതാവ് ഇന്ത്യ സന്ദർശിക്കുമ്പോഴെല്ലാം ആ സന്ദർശനം ഡൽഹിയിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. എന്നാൽ ഈ പാരമ്പര്യത്തിൽ നിന്നും പ്രധാനമന്ത്രി മോദി വ്യതിചലിച്ചു. ഇന്ത്യ ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന സന്ദേശം അദ്ദേഹം നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് വേദമന്ത്രങ്ങളും പുഷ്പവൃഷ്ടിയുമായി വാരണാസിയിൽ പരമ്പരാഗതമായ വരവേൽപ്പ് നൽകി. പിന്നെ അസിഘട്ടിലും ബോട്ടിംഗ് സൗകര്യം ഒരുക്കിക്കൊടുത്ത് പ്രധാനമന്ത്രി മോദി മികച്ച ആതിഥ്യം കാണിച്ചു. ഇതോടൊപ്പം ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകവും സോഫ്റ്റ് പവറും ആഗോള വേദികളിൽ പരസ്യമായി പ്രദർശിപ്പിക്കപ്പെട്ടു. പ്രധാനമന്ത്രി തൻ്റെ അതിഥികൾക്ക് നൽകിയ സമ്മാനങ്ങളിലും ഈ പൈതൃകത്തിൻ്റെ ചാരുത കാണാം. ലോകത്തെങ്ങും ഹിന്ദി പ്രചരിപ്പിക്കാനും അതിന്റെ മഹത്വം നിലനിർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയിൽ നിരവധി ആഗോള വേദികളിൽ തന്റെ പ്രസംഗം നടത്തി. അമേരിക്കൻ സന്ദർശനത്തിൽ പ്രസിഡന്റ് ബൈഡനുമായുള്ള സംഭാഷണമോ ക്വാഡ് നേതാക്കളുമായി കോൺഫറൻസോ കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 76ാമത് സെഷനിൽ ഹിന്ദിയിൽ നടത്തിയ പ്രസംഗമോ ആകട്ടെ, രാജ്യത്തിനും ഹിന്ദിക്കും ഇത് അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു. ഇന്ത്യ ഗ്രോസ്, വേൾഡ് ഗ്രോസ്. ഇന്ത്യ വളരുമ്പോൾ ലോകം വളരുന്നു എന്ന തന്റെ വ്യക്തമായ, മൂർച്ചയുള്ള, ശക്തമായ ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ആഗോള വേദികളിലും ലോകത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. UNGA, വേൾഡ് എക്കണോമിക് ഫോറം, ബ്രിക്സ്, G20, SCO അല്ലെങ്കിൽ സാർക്ക് എന്നിവയാണെങ്കിലും വസുദൈവ കുടുംബകത്തിന്റെ ഇന്ത്യൻ തത്വചിന്തയും അർത്ഥവും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പുതിയ ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്തി. ആ ബോധ്യം വീണ്ടും വീണ്ടും വളരുകയാണ്.